പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും ഇപ്പോഴും ചെന്താമരയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചെന്താമര പോകാൻ ഇടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അതേസമയം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നത്? അമ്മയും അച്ഛനും പോയി, ഞങ്ങളിനി എവിടെയാ ഇരിക്കുക? എവിടെയാ പോവുക? ഞങ്ങൾക്കിനി ആരാ ഉള്ളത്? കഴിഞ്ഞ മാസം 29-ന് ഇയാൾക്കെതിരെ SIക്ക് പരാതി നൽകിയതാണ്. നാട്ടുകാരും പരാതി നൽകി. പക്ഷെ പോലീസ് ഒന്നും ചെയ്തില്ല. ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, എന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പരാതിയുമായി പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ചത്. അയാൾ ആരോടും മിണ്ടാതിരിക്കുന്നയാളാണ്. മിണ്ടാതിരുന്ന് എല്ലാം മനസ്സിൽ കണക്കുകൂട്ടിയാണ് ചെയ്തത്. അങ്ങനെയുള്ളയാൾ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയണ്ടേ? അവിടെ ആ വീട്ടിൽ താമസിക്കാൻ അച്ഛമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. അച്ഛൻ ലോറി ഡ്രൈവറാണ്. ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച പോകും. അച്ഛന് പേടിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാ. ഇല്ല മോളെ എന്നാ അച്ഛൻ പറഞ്ഞത്. എന്തിനാ എല്ലാവരെയും കൊന്നതെന്ന് ഞങ്ങൾക്കറിയില്ലെന്നും കുട്ടികൾ പറയുന്നു. അതേസമയം പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, ആലത്തൂർ DYSP N മുരളീധരൻ, നെന്മാറ CI M മഹേന്ദ്രസിംഹൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കൃത്യം നടത്തിയ ശേഷം ചെന്താമര പോത്തുണ്ടി വനമേഖലയിലെ അയ്യപ്പൻ കുന്നിലേക്ക് കയറിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. അയ്യപ്പൻ കുന്നിലും പോത്തുണ്ടി വനത്തിന്റെ പരിസര പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പോലീസ് 3 സംഘമായി വനത്തിൽ അന്വേഷണം തുടരുകയാണ്. ചെന്താമരയുടെ ഫോണിന്റെ സിഗ്നൽ, ഡ്രോൺ എന്നിവയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. നെന്മാറയിൽ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ ചെന്താമര കൊടും ക്രിമിനലാണ്. കൃത്യമായി പദ്ധതി ഒരുക്കി ആസൂത്രിതമായായിരുന്നു നെന്മാറ സ്വദേശികളായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വീടിന് സമീപം മറഞ്ഞിരുന്ന് വടിവാൾ ഉപയോഗിച്ച് ആദ്യം വെട്ടി. ശബ്ദം കേട്ട് ഇറങ്ങി വന്ന അമ്മ മീനാക്ഷി അതിനുശേഷം വെട്ടി വീഴ്ത്തി. ഇതിനുശേഷം നെല്ലിയാമ്പതി കാടുകളിലേക്ക് ഓടി മറയുകയായിരുന്നു. ഇയാൾക്കായി പോലീസും നാട്ടുകാരും നെല്ലിയാമ്പതി കാട്ടിൽ തെരച്ചിൽ നടത്തുകയാണ്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. കഴുത്തറുത്തായിരുന്നു കൊലപാതകം നടത്തിയത്. ചെന്താമരയുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം. ഈ കൊലയ്ക്ക് ശേഷവും ഇയാൾ നെല്ലിയാമ്പതി കാടുകളിലേക്കാണ് ഓടി മറഞ്ഞത്. വൈകാതെ ഇയാൾ അറസ്റ്റിലായി. 2 മാസം മുൻപായിരുന്നു ഇയാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ സുധാകരനെ വകവരുത്തുമെന്ന് ചെന്താമര പറഞ്ഞിരുന്നു.